ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചണിൻ്റെ അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ നമ്മൾ സിങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തും ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തും എത്ര ഹൈറ്റിലാണ് കൊടുക്കേണ്ടത്, സിങ്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ഏരിയ ആണ് വരുന്നത്, അതായത് വർക്ക് ഏരിയ നമ്മൾ പുറത്ത് കിച്ചണിൻ്റെ പുറത്തെടുത്തിരിക്കുന്ന വർക്ക് ഏരിയ കാണുന്നത്. അത് സ്ലാബ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഫിനിഷിങ്ങിൽ നിന്നും ആ സ്ലാബിൻ്റെ ടോപ്പ് കിട്ടേണ്ടത്, അതായത് ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് നമുക്ക് കിട്ടേണ്ടത് 90 സെൻറ്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. അതിനേക്കാൾ താഴ്ത്തി വെക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുവേദന കാര്യങ്ങൾ, കാരണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ സ്ലാബിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നടുവേദന വരാനുള്ള, ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മിനിമം നമുക്കൊരു 90 സെൻറ്റിമീറ്റർ എങ്കിലും നമുക്ക് കൊടുത്തിരിക്കണം. അത് സ്ലാബ് ചെയ്യുന്ന സമയത്ത് ഒരു 85 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ചെയ്യുക. അതിന് മുകളിലേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ, മാക്സിമം ഒരു 2 ഇഞ്ച് കിട്ടാവുന്ന രീതിയിൽ, ടോട്ടൽ പരിക്കനും സ്ലാബ് ഉൾപ്പെടെ 2 ഇഞ്ച് കിട്ടാവുന്ന രീതിയിൽ, അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് 90 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സ്ലാബ് ചെയ്യുമ്പോൾ സ്ലാബിൻ്റെ എൻഡിൽ നിന്നും കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെയാണ് നമ്മൾ സിങ്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സിങ്കിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിങ്ക് വെക്കുന്ന സമയത്ത് ജസ്റ്റ് അത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. സ്ലാബ് സിങ്ക് വെക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, അതായത് നിൽക്കുന്ന ഇപ്പുറത്തെ സ്ഥലത്ത് നിന്ന്, ആ ഭിത്തിയിൽ നിന്നല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് അകലത്തിലാവാൻ പോകരുത്. സിങ്ക് പോയി കഴിഞ്ഞാൽ നടുവേദന ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ടാപ്പ് കൊടുത്തിരിക്കുന്ന ഹൈറ്റ് എല്ലാത്തിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ നിന്നും നമുക്ക് 5 ഇഞ്ച് ഹൈറ്റാണ് പൊക്കി വരുന്നത്. 5 ഇഞ്ച് എന്ന് പറയുന്നത് 10-11 സെൻറ്റിമീറ്റർ അടുത്തായിട്ടാണ് ഹൈറ്റ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ടാപ്പിൽ തട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ വർക്ക് ഏരിയ ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും കണ്ടോ ടൈൽ കനം കൂടി കൊടുക്കണം. അതായത് ത്രെഡ് റെഡ്യൂസറാണ് ഈ കൊടുത്തിരിക്കുന്നത് ടാപ്പിന് വേണ്ടിയിട്ട്. അത് കൊടുക്കുമ്പോൾ ടൈൽ കനം കൂടി കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ലെവൽ കിട്ടുന്ന രീതിയിലാണ് ടാപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ. ഒരു കപ്പ് ഇട്ടിട്ട്, അതായത് CP കപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ നേരെ താഴെയായിട്ട് നമ്മൾ 2 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എത്ര കൂടിയ സിങ്ക് വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ തരുന്ന ട്രാപ്പ് കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഇതുപോലെ പുറത്തേക്ക് ഒരു എയർ കൗൾ കൊടുത്തിട്ട് ഒരു ടീ കൊടുത്ത് നേരെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 90% ബ്ലോക്ക് കാര്യങ്ങൾ, സിങ്കിലുണ്ടാകുന്ന ബ്ലോക്ക് കാര്യങ്ങൾ നമുക്ക് ഒരു പരിധി വരെ, ഒരു 90% ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തെങ്കിലും ബ്ലോക്ക് വരാണെങ്കിൽ തന്നെ നമുക്ക് കിച്ചൻ്റെ പുറത്ത് വന്നിട്ട് ആ പറയുന്ന പുറത്ത് കൊടുത്തിരിക്കുന്ന എയർ കൗൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സിങ്കിൻ്റെ കൂടെ കിട്ടുന്ന ഒരു തരം ട്രാപ്പ് വരുന്നുണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടായി വരുന്ന ട്രാപ്പാണ്. അത് ഒരിക്കലും കണക്ട് ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം അതിൻ്റെ അകത്ത് കുറേ ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ഈ ഫിറ്റിങ്സുകളെല്ലാം തന്നെ നമ്മൾ ചോറ് എന്തെങ്കിലും കഴുകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങൾ കഴുകുന്ന സമയത്തോ ഇതെല്ലാം പോയിട്ട് അതിൻ്റെ അകത്ത് അടിഞ്ഞ് അങ്ങനെയാണ് കൂടുതലും ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സിങ്ക് ഇതാണ്, ഈ കാണുന്നത് ഇതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സിങ്ക്. ഇതിൻ്റെയും കൂടെയും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതിൻ്റെ വേസ്റ്റ് പൈപ്പ് തന്നിട്ടുണ്ട്. അത് ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്ത് ഡയറക്റ്റ് ഇതിൻ്റെ താഴേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്മെല്ല് കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടാവില്ല. സ്മെല്ല് കാര്യങ്ങളെല്ലാം തന്നെ പുറത്ത് കൊടുത്തിരിക്കുന്ന ആ എയർ കൂൾ വഴി റിലീസാവും. അപ്പോൾ സ്ലാബിൻ്റെ ഹൈറ്റ് എത്രയാണ്, സിങ്ക് എങ്ങനെ കൊടുക്കണം, ബ്ലോക്ക് ഉണ്ടാവാതെ എങ്ങനെ കൊടുക്കണമെന്നും, അതായത് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇനി ഇവിടെ വരുന്ന പ്ലഗ് പോയിൻറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നു, എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂടുതൽ ആളുകളും കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine.